ഇതിനൊക്കെ എന്താ പറയുക, ഒത്തിരി നന്ദി പറയേണ്ട ഡോക്ടർ ആഷിക്കിനോടും അവരുടെ സ്റ്റാഫിനോടും ഒക്കെയാണ്. വളരെയധികം നല്ലൊരു ട്രീറ്റ്മെൻറ്റും കെയറിങ്ങും ഒക്കെ കൊടുത്തതുകൊണ്ടാണ് അവൻ ഇത്രയും പിടിയുന്നൊരു പെട്ടെന്നൊരു ഇത്രയും മാറ്റം അവനുണ്ടായത്. പിന്നെ സംസാരത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും അവന് ഓറൽ സ്റ്റിമുലേഷൻ ചെയ്യാനും സ്പീച്ച് സ്റ്റിമുലേഷൻ തെറാപ്പി ചെയ്യാനൊക്കെ ഡോക്ടർ പറഞ്ഞിരുന്നു. അതൊക്കെ പറഞ്ഞ പോലെ തന്നെ ചെയ്തു. അവനിപ്പം അത്യാവശ്യം നന്നായി തന്നെ വർത്തമാനം പറയും. എന്നാൽ പണ്ടൊന്നും സംസാരിക്കാതിരുന്നിടത്തു നിന്ന് അവൻ ഇത്രയും മാറ്റം എന്താ പറയണ്ടത്, അത് ഇത്രയും മാസങ്ങൾക്കുള്ളിൽ എനിക്കത് അത്ഭുതം തന്നെയാണ്. എല്ലാത്തിനോടും ബിഗ് താങ്ക്സ് ഡോക്ടർ ആഷിക്കിനോടും ഡോക്ടർ ആഷിക്കിൻ്റെ സ്റ്റാഫിനോടും ഒത്തിരിയധികം. ഞാൻ ഒത്തിരിയധികം ബ്ലെസ്ഡാണ്, ഒത്തിരിയധികം ഹാപ്പിയാണ്. എൻ്റെ പേര് ഡിംപിൾ എന്നാണ്. ഞാൻ ലൈഫ് കെയറിൽ വരുന്നത് എൻ്റെ മോന് വേണ്ടിയിട്ടായിരുന്നു. അവന് ഒരു 3 വയസ്സ് തൊട്ട് ഹൈപ്പർ ആക്ടിവിറ്റിയും സ്പീച്ച് ഡിലേയും അങ്ങനെയുള്ള കുറേ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ഘട്ടത്തിൽ അവനെയും കൊണ്ട് എനിക്ക് പുറത്ത് പോകാൻ പോലും മേലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. അവൻ ആളുകളുടെ ഇടയിലോട്ട് ചെല്ലുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ഓടുന്നു, ഭയങ്കരമായിട്ട് ദേഷ്യം പിടിക്കുന്നു, നിലത്ത് കിടന്ന് ഉരുളുന്നു. പുറത്ത് അവനെയും കൊണ്ട് പോകാനേ വയ്യായിരുന്നു. അവൻ ഇറങ്ങി ഓടുമായിരുന്നു. കടയിലൊക്കെ ചെന്ന സാധനങ്ങളൊക്കെ വലിച്ച് നിലത്തോട്ടിടും. ഒന്നും ഞാൻ കേൾക്കാനുള്ള ഒരു ക്ഷമയോ അങ്ങനെ ഒന്നുമില്ലായിരുന്നു അവന്. അപ്പോൾ ഞാൻ കോട്ടയം ICH ഹോസ്പിറ്റലിൽ പോയിരുന്നു അവനെ കൊണ്ട്. അപ്പം അവിടെയുള്ള ഡോക്ടേഴ്സൊക്കെ കൺസൾട്ട് ചെയ്തതിന് ശേഷം അവർ റെക്കമെൻഡ് ചെയ്തത് സ്പീച്ച് തെറാപ്പിയും ഓക്യുപേഷണൽ തെറാപ്പിയും ബിഹേവിയർ തെറാപ്പിയായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ലൈഫ് കെയറിൽ പോയത്. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ മോനെ കാത്തിരുന്നത് അവന് വേണ്ട എല്ലാ പ്രശ്നങ്ങൾക്കുള്ളൊരു പരിഹാരമായിരുന്നു. ഞാൻ പക്ഷേ അത്രയൊന്നും എക്സ്പെക്റ്റ് ചെയ്തില്ലായിരുന്നു. ഞാനവിടെ ചെല്ലുമ്പോൾ അവന് തെറാപ്പി കൊടുക്കാനുള്ളൊരു സെൻറ്റർ അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. പക്ഷേ അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയറും അവിടുത്തെ സ്റ്റാഫും ഡോക്ടറൊക്കെ ഡോക്ടർ ആഷിക്ക് കറക്റ്റായിട്ടുള്ള ഒബ്സർവേഷനും അസസ്മെൻറ്റും എല്ലാം അവൻ്റെ കറക്റ്റ് എന്താണ് അവനുള്ള പ്രശ്നം എന്ന് കണ്ടുപിടിച്ചിട്ട് അതിലുള്ള ട്രീറ്റ്മെൻ്റ് ആയിരുന്നു അവന് ആദ്യമേ കൊടുത്തിരുന്നത്. അവനിപ്പം 3 സെറ്റിങ് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു. 3ാമത്തെ സെറ്റിങ് കഴിഞ്ഞതോടുകൂടി അവന് ഭയങ്കര ഒരു ബിഗ് ചേഞ്ചസാണ് വന്നേക്കുന്നത്. തുടക്കത്തിൽ അവനെ കൊണ്ട് പുറത്ത് പോകാൻ ഞാൻ മാക്സിമം ഒരിടത്തും ഒരു കല്യാണത്തിനൊന്നും പോകില്ലായിരുന്നു. കാരണം ഇവനെയും കൊണ്ട് എവിടെയും പോകാൻ പറ്റത്തില്ല. അവനെ കൊണ്ടൊരു പ്രാർത്ഥനാലയത്തിൽ പോലും പോയി അവിടെയൊന്നും ഇരിക്കാൻ പറ്റത്തില്ല. അത്രയധികം അവൻ ഹൈപ്പർ ആക്റ്റീവായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് അവനെയും കൊണ്ട് എന്താ പറയണ്ടേ, ഒന്ന് പള്ളിയിൽ പോയാലോ ഒരു മെഴുകുതിരി കത്തിക്കാനൊക്കെ അവനോട് പറഞ്ഞാൽ അവനത് ചെയ്യും. വളരെ സന്തോഷത്തോടു കൂടിയും വളരെ ഭക്തിയോടു കൂടിയൊക്കെയാണ് നിൽക്കുന്നത്. അങ്ങനെ ഒരു ഇതൊന്നും ഞാൻ എൻ്റെ കൊച്ചിനെ എനിക്കങ്ങനെ പെട്ടെന്നൊന്നും ഞാനങ്ങനെ പ്രതീക്ഷിച്ചതേയില്ല. പിന്നെ ഒന്ന് സ്കൂളിൽ വിടാനോ ഒന്നും ഞാൻ ഓർത്തു എനിക്ക് സാധിക്കില്ലെന്നാണ് വിചാരിച്ചത്. പക്ഷേ അവനോടിപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് അവനെവിടെയും വെയിറ്റ് ചെയ്യാനൊക്കെ ഇപ്പം ഒരു കുഴപ്പമില്ല. വെയിറ്റ് ചെയ്യാനും ആളുകളോട് നല്ല രീതിയിൽ ബിഹേവ് ചെയ്യാനും എപ്പോഴും ദേഷ്യവും അരിശമൊക്കെ ആയിരുന്നു. അതൊക്കെ മാറി അവൻ ആളുകളോട് വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെയൊക്കെയാണ് പെരുമാറുന്നത്. പിന്നെ പുറത്തൊക്കെ പോയിട്ടുണ്ടെങ്കിൽ വളരെ എന്താ പറയണ്ടേ, സാധാരണ ഒരു പിള്ളേരെ പോലെ, ഒരു കുഴപ്പമില്ലാത്ത ആ പിള്ളേരെ പോലെ തന്നെ അവനും ആ ഒരു ലെവലിലോട്ടെത്തി. ഈ ഒരു 3ാമത്തെ സിറ്റിങ്ങിൽ നിന്ന് ഇത്രയും മാറ്റം വരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. എന്താ പറയണ്ടേ, വളരെ ഒരു ബ്ലെസ്ഡ് ആയിട്ടുള്ളൊരു ഫീൽ തന്നെയാണ് എനിക്ക്. കാരണം എൻ്റെ കൊച്ചെന്ന് പറയുമ്പോൾ 3 വയസ്സ് വരെ ഒരു കുഴപ്പമില്ലാതിരുന്നിട്ട് പെട്ടെന്ന് അവന് പ്രശ്നം ഉണ്ടായിരുന്നെന്ന് ചോദിച്ചാൽ അവനൊരു സ്പീച്ച് ഡിലേ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ അവൻ ഇത്രയും ഇത് വന്നപ്പോൾ ഞാൻ ആകെ ഡിപ്രസ്ഡായി പോയായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ ഹാപ്പിയാണ് ഡോക്ടർ ആഷിക് കാരണം. കാരണം ഡോക്ടർ ഒരു എന്താ പറയണ്ടേ, ഒരു ദൈവത്തിൻ്റെ ഒരു അത്ഭുതം എന്തോ ഒരു ഇത് ഡോക്ടറിലുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഡോക്ടറിന് അത്രയധികം ഒരു ചേഞ്ചസ് എൻ്റെ കൊച്ചിന് തരാൻ സാധിക്കില്ലായിരുന്നു. ഒത്തിരി ആദ്യത്തെ ആയുർവേദ തെറാപ്പികളുണ്ടായിരുന്നു. അതിലൂടെ അവന് ഒത്തിരി സെൻസറി ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. ഒന്ന് പല്ല് തേപ്പിക്കാനൊക്കെ ഞാൻ ഒത്തിരി പാടുപെട്ടിരുന്നു അവന് ഉണ്ട്. അതൊക്കെ മാറിയപ്പോൾ അവൻ തന്നെ പല്ല് തേക്കുന്നൊരു സ്റ്റേജിലോട്ടെത്തി. പിന്നെ അവന് എന്താ പറയണ്ടേ, എഴുതാനാണെങ്കിലും വായിക്കാനാണെങ്കിലും ഒക്കെ എവിടെയെങ്കിലും ഇരുത്തി ഒന്നും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. പക്ഷേ ഇപ്പം അവൻ തന്നെത്താനെ എടുത്ത് വായിക്കാനും എഴുതാനും എല്ലാ കാര്യങ്ങളിലാണേലും അവനിപ്പോൾ എല്ലാത്തിനും ഒരു വെയിറ്റ് ചെയ്യാനുള്ളൊരിതും ഒരു കോൺസെൻട്രേഷൻ ലെവലും എല്ലാം നന്നായിട്ട് കൂടിയിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലും ഒരു കാര്യം ഒരു എന്തെങ്കിലും ഒരു പസിൽസൊക്കെ കൊടുത്താലും അത് കറക്റ്റായിട്ട് ചെയ്യാൻ അവന് വളരെ ഇൻട്രസ്റ്റാണ്. നേരത്തെ അതൊക്കെ തട്ടിക്കളഞ്ഞ് വലിച്ചെറിയുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് അവനിപ്പോൾ അതൊക്കെ വളരെ ക്ഷമയോടുകൂടി ഇരുന്ന് അതൊക്കെ ചെയ്യുന്നു. പിന്നെ തന്നെ ഫുഡ് വാരി കഴിക്കാനൊന്നും അവന് പറ്റില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അവൻ തന്നെ ഫുഡ് വാരി കഴിക്കുകയും എല്ലാം ചെയ്യും.
ചെറിയൊരു വികൃതി വീട്ടിലുണ്ടെന്നുള്ളതല്ലാതെ പുറത്തോട്ടൊക്കെ ഇറങ്ങി അവൻ ആളുകളോട് എങ്ങനെ ബിഹേവ് ചെയ്യണമെന്നുള്ളത് അവൻ കറക്റ്റായിട്ട് പഠിച്ചു. ഇതിനൊക്കെ എന്താ പറയുക, ഒത്തിരി നന്ദി പറയേണ്ട ഡോക്ടർ ആഷിഖിനോടും അവരുടെ സ്റ്റാഫിനോടും ഒക്കെയാണ്. വളരെയധികം നല്ലൊരു ട്രീറ്റ്മെൻറ്റും കെയറിങ്ങും ഒക്കെ കൊടുത്തതുകൊണ്ടാണ് അവൻ ഇത്രയും പിടിയുന്നൊരു പെട്ടെന്നൊരു ഇത്രയും മാറ്റം അവനുണ്ടായത്. പിന്നെ സംസാരത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും അവന് ഓറൽ സ്റ്റിമുലേഷൻ ചെയ്യാനും സ്പീച്ച് സ്റ്റിമുലേഷൻ തെറാപ്പി ചെയ്യാനൊക്കെ ഡോക്ടർ പറഞ്ഞിരുന്നു. അതൊക്കെ പറഞ്ഞ പോലെ തന്നെ ചെയ്തു. അവനിപ്പം അത്യാവശ്യം നന്നായി തന്നെ വർത്തമാനം പറയും. എന്നാൽ പണ്ടൊന്നും സംസാരിക്കാതിരുന്നിടത്തു നിന്ന് അവൻ ഇത്രയും മാറ്റം എന്താ പറയണ്ട, അത് ഇത്രയും മാസങ്ങൾക്കുള്ളിൽ എനിക്കത് അത്ഭുതം തന്നെയാണ്. എല്ലാത്തിനോടും ബിഗ് താങ്ക്സ് ഡോക്ടർ ആഷിഖിനോടും ഡോക്ടർ ആഷിഖിൻ്റെ സ്റ്റാഫിനോടും ഒത്തിരിയധികം. ഞാൻ ഒത്തിരിയധികം ബ്ലെസ്ഡാണ്, ഒത്തിരിയധികം ഹാപ്പിയാണ്.